രണ്ടുപേരും റോഷാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വലിയ സ്റ്റാർ കാസ്റ്റാണ്. അതിനുശേഷം കെട്ടിയോളാണ് മാനക, അതിലൊക്കെ ആണെങ്കിലും ആസ്വദിക്കുക, അതൊക്കെ ഉണ്ട്. ഇവിടെ പൃഥ്വിരാജ്, പാർവതി, തിരുവോത്തര വലിയ സ്റ്റാർ കാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് കഥകൾ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സിനിമയായിട്ട് ചെല്ലുമ്പോൾ ഇവരെങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യണമെന്ന് എങ്ങനെയായിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാം? അല്ല, നമ്മൾ സ്ക്രിപ്റ്റിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നമില്ല. നമ്മൾ അവിടെ പോയിട്ട് ഇവൻ നന്നായിട്ട് കഥ പറയും, എനിക്കതറിയില്ല. അപ്പോൾ ആ ജോലി ഇവനാണ്. നന്നായിട്ട് കഥ പറയും. ആ കഥയിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ യെസ്. അത് ഈ 3 പേരെടുത്ത്, ആസിഫിൻ്റെ അടുത്ത് ആയിക്കോട്ടെ, മമ്മൂക്കാരുടെ അടുത്ത് ആയിക്കോട്ടെ, പ്രതിയുടെ അടുത്ത് ആയിക്കോട്ടെ, നമ്മൾ ചെയ്തത് കഥ പറയാനുള്ള ജോലി മാത്രമാണ്. അതിനുശേഷം ഒരു കൺവിൻസിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലില്ല. അപ്പോൾ അവർക്ക് കഥ കേട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ നമ്മൾക്ക് ചെയ്യാമെന്ന് പറയുന്നു, തീർന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് കണ്ടിരുന്നു, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ, അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടോ, അത് ശരിയാണോ, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? Yes, I am going to direct. കഴിഞ്ഞ 5 years I have been attempting to direct. I have found respect for directors who are trying to mount their project because for various reasons it hasn't come together. But everything is ready and I'm hoping early next year I will be on the floor. Thank you. ഇപ്പം ചക്രം സിനിമ നോക്കുകയാണ്, രാജുവിൻ്റെ 22ാമത്തെ വയസ്സിൽ സിനിമയാണത്. അത് അത്രയും ഡെപ്തുള്ള ഒരു ക്യാരക്ടർ. ഇപ്പം എനിക്ക് സെയിം 22 വയസ്സാണ്. ഇപ്പം ഒരു സീരിയസ്ലി അപ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ് 22 വയസ്സുകാരൻ എങ്ങനെ അത്രയും വലിയൊരു ക്യാരക്ടർ. കാരണം അതിന് പല പ്രായങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഭയങ്കര ഒരു ക്യാരക്ടറാണത്. അതെങ്ങനെയാണ് ചെയ്തെടുത്തത്? ഓൾസോ അതിന് ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു? ഓൾസോ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് റൈറ്റർ ഡയറക്ടർ ഉള്ളത് തന്നെയാണ്. ആ പ്രായത്തിൽ ചന്ദ്രഹാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനോ മാത്രമുള്ളൊരു മാനസിക വളർച്ച തന്നെ എനിക്ക് ഇല്ല. അപ്പോൾ ആ സംവിധായകൻ പറയുന്നത് കേട്ട് അദ്ദേഹം തരുന്ന ബ്രീഫ് പരമാവധി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണ് ഇന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ്, അതായത് എൻ്റെ ഒരു ലൈഫ് സ്കിൽസിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രോസസ് ഓഫ് റിഫൈൻമെന്റ് ആസ് എൻ ആക്ടർ. അത് ഞാനൊരു ആക്ടിങ് പഠിക്കുകയോ ഒരു തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുകയൊന്നും ചെയ്തിട്ട് ഒരാളല്ലല്ലോ. അപ്പം അത്തരം വലിയ വലിയ സംവിധായകർക്കൊപ്പം കഴിവുറ്റ തിരക്കഥാകൃത്തുകൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് മുഖം നൽകാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ പഠനം എന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ച ഒരു സിനിമ കൂടിയാണ് ചക്രം. ലോഹി സാറിനോട് ഞാൻ ലോഹി സാർ സംവിധാനം ചെയ്ത അടുത്ത സിനിമയിൽ അഭിനയിക്കാനിരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് ഞാൻ എപ്പോഴും അതിനെ കാണുന്നു. അദ്ദേഹത്തിനോട് ഒരു സിനിമ കൂടി ചെയ്തിരുന്നെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. റോബിൻ ഹുഡ് ഇറങ്ങിയിട്ട് 17 വർഷമായി. ഇറങ്ങിയിട്ട് 12 വർഷം. ഇത് രണ്ടും മോശമായി ബന്ധപ്പെട്ടുള്ള പടങ്ങളായിരുന്നു. ഇത് അതുപോലത്തെ ഒരു സീറ്റഡ് ത്രില്ലിംഗായിട്ട് മോശമായിട്ട് പോണ ഒരു എലമെന്റ്സ് നല്ലൊരു സിനിമയായിരിക്കും. ഇപ്പൊ ഇതിൽ ഒരു ബാങ്ക് കവർച്ച ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ ടീസർ ട്രെയിലറിൽ നിന്ന് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. പക്ഷെ അതല്ല ഈ സിനിമയുടെ വിഷയം. ആ ബാങ്ക് മോഷണമല്ല ഈ സിനിമയുടെ വിഷയം എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഈ സിനിമയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു കാറ്റലിസ്റ്റ് ആണ്. അതല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ മാത്രം സാധിക്കുന്ന ഒരു പോയിന്റ്. പിന്നെ ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകുന്ന കുറെ സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ് ഈ രാജീവ് എന്ന് പറയുന്ന ആളുടെ ലൈഫും മീരയുടെ ലൈഫിനെയൊക്കെ മാറ്റിമറിക്കുന്നത്. അപ്പൊ ഇതിനെ ഒരു മുഴുനീള ഒരു ഹൈസ്റ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞപ്പോൾ മണി ഹൈസ്റ്റ് എന്ന് പറയുന്ന സീരീസ്, അത് ഇസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ഹൈസ്റ്റ് ബേസ്ഡ്. ഇതങ്ങനല്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ജോണറുകൾ ഉള്ള ഒരു സിനിമയാണ്. അതിലൊന്ന് മാത്രമാണ് ഈ പറയുന്ന റോബറി അല്ലെങ്കിൽ ബാങ്ക് കവർച്ച എന്ന് പറയുന്നത്. ചേട്ടാ, ശരിക്കും മലയാള സിനിമ ഇപ്പോൾ അതായത് എടുക്കുന്ന സിനിമകളെല്ലാം പ്രേക്ഷകന് കണക്റ്റഡ് ആവുന്ന ലെവലിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ എടുക്കുന്നത്. അതായത് കാണുന്ന പ്രേക്ഷകന് ഈ കഥാപാത്രം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുള്ള ഒരാളാണല്ലോ എന്ന് തോന്നിക്കുന്നല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ബാലൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഒരിക്കലും ഓഡിയൻസിന് ഓരോ സെക്കൻഡും ഇപ്പോൾ അടുത്ത എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരാരായത് എങ്ങനെ അവസാന പ്രേക്ഷകനെ അടുത്ത് എന്തെന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ചിത്രങ്ങൾ പ്രൊഡക്ഷൻ ചിത്രങ്ങളാണ്, താങ്കളുടെ ഡ്രീമുകളാണ്, ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഓരോ സിനിമയിലൂടെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്ന പ്രോജക്റ്റുകളാണെങ്കിലും എന്തൊരു വിഷൻ ടൈപ്പ് ഓഫ് പ്രോജക്റ്റുകൾ ചെയ്യാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു പാറ്റേൺ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാമല്ലോ, നമുക്കറിയുന്ന ഒരാളാണല്ലോ എന്ന് തോന്നിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയം എന്ന് പറയുന്നത് ലോക എന്ന് പറയുന്ന സിനിമയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രത്തിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുഴപ്പമാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഫൊന്നും ഇല്ല. സിനിമ എന്റർടൈനിങ് ആവുക, സിനിമ ആൾക്കാരുമായിട്ട് കണക്ട് ആവുക, ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനെ അങ്ങനെ ഭയങ്കര ഓവർ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കാനൊന്നും ആർക്കും കഴിയുന്നില്ല. അപ്പൊ ഇനിയും ഞാൻ അഭിനയിക്കുകയും നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സിനിമകൾക്ക് ഇത് തന്നെയുള്ള ബ്രീഫ്. ആ കഥ എനിക്ക് ഇഷ്ടപ്പെടണം, എനിക്ക് ആ കഥ പറയണമെന്ന് തോന്നുന്ന രീതിയിൽ ആ കഥ പറയണം. ആൻഡ് ദെൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഇപ്പോൾ ഇതാണ് പാറ്റേൺ, അപ്പോൾ ഈ പാറ്റേൺ ഒരു സിനിമ എടുത്താൽ ഓടും, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പരിപാടി മാറി അതുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ രീതിയിൽ ഒരു സിനിമ എടുത്താൽ അങ്ങനെ ഒരു കറക്റ്റ് ഇക്വേഷൻ ഇതിനില്ല എന്ന് ഞാൻ കരുതുന്നു.